ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മാതള നാരങ്ങ അതിൻ്റെ തൊലി എളുപ്പത്തിൽ പൊളിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ അല്ലികൾ അടർത്തിയെടുക്കുന്നതിനെക്കുറിച്ചുമുള്ള വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറേ പേര് അതിൻ്റെ ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നു. ഞാനത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാതള നാരങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു ജ്യൂസാണ്. ദിവസത്തിൽ ഒരു നേരം ഫ്രൂട്ട്സ് മാത്രമായിട്ട് കഴിക്കുന്ന ചില ഫ്രണ്ട്സ് എനിക്ക് അറിയാം. അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അത് ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒന്നാണ്. എന്നും ഒരേപോലെ തന്നെ കഴിക്കാതെ ചില ദിവസങ്ങളിൽ നമ്മളത് ജ്യൂസൊക്കെ ആക്കി കുടിച്ചു നോക്കുക. അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഞാനിവിടെ ഷുഗർ ആഡ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഓൾറെഡി മധുരമുള്ളൊരു ഫ്രൂട്ടാണിത്. അതുകൊണ്ട് തന്നെ ഷുഗർ ആഡ് ചെയ്യാതെ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്കുണ്ടാക്കുമ്പോൾ ഷുഗർ ആഡ് ചെയ്താലും മുതിർന്നവർക്കുണ്ടാക്കുന്ന സമയത്ത് ഷുഗർ ആഡ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കുക. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അമ്മമാർക്ക് ഏതു നേരവും ടെൻഷനാണ്. സ്കൂളിൽ കൊടുത്തുവിടുന്ന ഫുഡ് കഴിക്കുന്നുണ്ടോ, ആവശ്യത്തിന് പോഷകങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ തടി കുറവാണ്. ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും ക്വസ്റ്റ്യൻസും അവർക്കുണ്ടാവാറുണ്ട്. മാതള നാരങ്ങ ദഹന പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ല മാറ്റമുണ്ടാക്കുന്ന കാര്യമാണ്. ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ പോംഗ്രാനൈറ്റ് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക. ഓർമ്മശക്തിയും അതുപോലെ തന്നെ ബുദ്ധിശക്തിയും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒന്നെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. അപ്പോൾ ഇത് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് മാതള നാരങ്ങ ജ്യൂസ് കൊടുത്താൽ മതി. കുട്ടികൾ ശരിക്കും ആഹാരം കഴിക്കുന്നില്ല എന്നുള്ള ഒരു സ്ഥിരം പരാതിയാണല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം പലപ്പോഴും അവർക്ക് വിശപ്പില്ലായ്മ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് മാറാനായിട്ട് ചെറിയ അളവിൽ പോംഗ്രാനൈറ്റ് ജ്യൂസ് കൊടുക്കുക. പ്രായത്തിനനുസരിച്ച് അളവിൽ വ്യത്യാസപ്പെടുത്താം. കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ വിരശല്യമുള്ളതും ഒരു കാരണമാകും. അപ്പോൾ വിരശല്യം മാറാനായിട്ടും നമുക്ക് പോംഗ്രാനൈറ്റ് ജ്യൂസ് കൊടുക്കുന്നതിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. ചെറിയ കുട്ടികൾക്ക് പല്ലിന് പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ദന്ത സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു പരിഹാരമാണ് പോംഗ്രാനൈറ്റ് ജ്യൂസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്. കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും വിളർച്ചയും ഉന്മേഷക്കുറവൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ ദിവസവും പോംഗ്രാനൈറ്റ് കുട്ടികൾക്ക് ജ്യൂസായിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ടായിട്ടോ നമുക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും ആ വിളർച്ചയും പ്രശ്നങ്ങളും എല്ലാം മാറിക്കിട്ടുന്നതാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോംഗ്രാനൈറ്റ് ജ്യൂസാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഒരു പോംഗ്രാനൈറ്റാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ മാതള നാരങ്ങ അതൊരെണ്ണം അല്ലി അടർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു 4 ടീസ്പൂൺ നാരങ്ങാനീര് വേണം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ കുറച്ച് വെള്ളം. ഇത്രയുമാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നന്നായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം. വളരെ ഹെൽത്തിയാണ്, അതുപോലെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് അല്പം നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ജ്യൂസ് അടിക്കാം. പിന്നെ ആവശ്യമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം. ഒരല്പം കൂടി വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഞാൻ കുടിച്ച് നോക്കി. ഇത് മിക്കവാറും എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. എൻ്റെ മോൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ നമുക്കിതിന് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഒരല്പം പോംഗ്രാനൈറ്റ് ഞാൻ ഇവിടെ മാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് ഇടാം. അതുപോലെ തന്നെ കുറച്ച് ഗ്രേപ്സും ചെറുതായിട്ട് അരിഞ്ഞത് ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി പോംഗ്രാനൈറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് നമ്മളിത്. നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം എനിക്കും ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കും. കുട്ടികളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് നമ്മുടെ മക്കളെ കൂടി കൂട്ടി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവർക്കും കുക്കിങ്ങിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാകും. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നുള്ള ഒരു അറിവ് കൂടിയാണ് നമ്മൾ ഇതിലൂടെ അവർക്ക് പകർന്നു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ കുട്ടികൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാനുള്ള ഒരു താല്പര്യത്തിലേക്കായിരിക്കും വളർന്നു വരിക. അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും നന്നായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു ഐഡിയ കുട്ടികളുടെ മനസ്സിലേക്ക് നമുക്ക് ചെറുപ്പത്തിലേ തന്നെ കൊടുക്കാം. അപ്പോൾ എല്ലാ അമ്മമാരും അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.